ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചിട്ട് ജൂൺ 7 100 ദിവസങ്ങൾ പൂർത്തിയായി. 40 ദിവസത്തെ കടുത്ത യുദ്ധത്തിന് ശേഷം കഴിഞ്ഞ 2 മാസമായി മേഖലയിൽ ഒരു താൽക്കാലിക സമാധാനം നിലനിന്നിരുന്നു. എന്നാൽ വെറും 24 മണിക്കൂറിനുള്ളിൽ മിഡിൽ ഈസ്റ്റിൽ നിലനിന്നിരുന്ന ആ ദുർബലമായ സമാധാനാന്തരീക്ഷം പൂർണ്ണമായും തകരുകയും പ്രദേശം വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ വെടിനിർത്തൽ നിലവിലിരിക്കെ ഇരു വിഭാഗങ്ങളെയും വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് നയിച്ച പെട്ടെന്നുള്ള സാഹചര്യം എന്ത്? പരിശോധിക്കാം വിശദമായി. ഞാൻ അഞ്ജിത. ഇറാനെ സംബന്ധിച്ചിടത്തോളം ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് എക്കാലത്തും ഒരു ചുവപ്പ് രേഖയായിരുന്നു. ജൂൺ 7-8 തീയതികളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം നടത്തുകയും പിന്നീട് അത് നിർത്താൻ ധാരണയാവുകയും ചെയ്തപ്പോഴും തങ്ങളുടെ സമയമനത്തിന് പരിധിയുണ്ടെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലെബനന് നേരെ ഭാവിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ അത് ഇതിലും കടുത്ത തിരിച്ചടിക്ക് കാരണമാകുമെന്നും ഇറാന്റെ സായുധ സേന വ്യക്തമാക്കിയതായി ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ലെബനന് നേരെ ഇസ്രായേൽ നടത്തിവന്ന ആക്രമണങ്ങൾ ടെഹ്റാൻ അതുവരെ സഹിച്ചിരുന്നുവെങ്കിലും ബെയ്റൂട്ടിന് മേലുള്ള ആക്രമണം അവർക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ബെയ്റൂട്ടിനെ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ ടെഹ്റാൻ വാഷിംഗ്ടണിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ മുന്നറിയിപ്പ് വെറുമൊരു ഭീഷണിയല്ലെന്ന് അവർ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും ലെബനൻ വിഷയത്തെ ഒരു പ്രത്യേക പ്രശ്നമായി കാണാൻ ശ്രമിക്കുമ്പോഴും ലെബനൻ ഏത് സമാധാന ചർച്ചകളുടെയും അവിഭാജ്യ ഘടകമാണെന്നാണ് ഇറാന്റെ നിലപാട്. തങ്ങളുടെ പ്രാദേശിക സഖ്യകക്ഷികൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും നേരിട്ടുള്ള തിരിച്ചടിക്ക് കാരണമാകുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. മാർച്ച് 2 ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചതോടെയാണ് ലെബനൻ ഈ സംഘർഷത്തിന്റെ ഭാഗമാകുന്നത്. ജൂൺ 7 വരെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ വലിയ തോതിൽ നിലനിന്നിരുന്നുവെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ തെക്കൻ ലെബനനിൽ സൈനിക നടപടികൾ തുടർന്നു പോകുന്നു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഇറാന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തിയത്. ഞായറാഴ്ച ഹിസ്ബുള്ളയുടെ ശക്തമായ കേന്ദ്രത്തിലെ 2 അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബെയ്റൂട്ടിന് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമേൽ വാഷിംഗ്ടൺ സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളെ ബാധിക്കുന്ന തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്മാറാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ അഭ്യർത്ഥനകളെല്ലാം നിരസിച്ച നെതന്യാഹു ഇസ്രായേൽ പ്രദേശത്തേക്ക് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ബെയ്റൂട്ടിന്റെ ദഹിയ മേഖലയിലെ ഭീകരവാദ ആസ്ഥാനങ്ങൾ തങ്ങൾ തകർത്തെന്ന നിലപാടിൽ ഉറച്ചു നിന്നു. ഇതിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിന് നേരെ 30ഓളം മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. തുടർന്ന് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി. തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ നാഷണൽ എമർജൻസി മെഡിക്കൽ ഓർഗനൈസേഷൻ പ്രകാരം 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു കുട്ടി ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ പുതിയ ഏറ്റുമുട്ടൽ മേഖലയിൽ ഉടനടി വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി. ആക്രമണങ്ങൾ ശക്തമായതോടെ ഇറാഖ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി തങ്ങളുടെ വ്യോമാതിർത്തി 72 മണിക്കൂർ നേരത്തേക്ക് അടച്ചിട്ടെങ്കിലും പിന്നീട് ഇത് വീണ്ടും തുറന്നുകൊടുത്തു. യമനിലെ ഹൂതി വിമതരും ഇസ്രായേലിന് നേരെ മിസൈൽ തൊടുത്തുവിടുകയും ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകളിൽ ഭൂരിഭാഗവും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായാണ് വിവരം. തിരിച്ചടിക്കരുത് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ആക്രമണം മേഖലയിലെ സമാധാന ചർച്ചകളെ ബാധിക്കുമെന്നും ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ചു. ഒരു സമാധാന കരാറിനായുള്ള അന്തിമ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇരു രാജ്യങ്ങളും ഉടനടി ഒരു വെടിനിർത്തലിനായി ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹുവിനെ കുറിച്ച് ട്രംപ് പറഞ്ഞത്
ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവനല്ല എന്നായിരുന്നു. വരും ദിവസങ്ങളിലും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ മിലിറ്ററി ജോയിന്റ് കമാൻഡ് തങ്ങളുടെ ആക്രമണാത്മക പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി അറിയിച്ചെങ്കിലും ഇസ്രായേലിന്റെയോ അവരുടെ പിന്തുണക്കാരുടെയോ ഭാഗത്തുനിന്ന് തെക്കൻ ലെബനനിലോ മറ്റു കൂടുതൽ പ്രകോപനമുണ്ടായാൽ മുൻപത്തേക്കാൾ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെ പശ്ചിമേഷ്യയിൽ കടുത്ത ആശങ്കയാണ് നിലനിൽക്കുന്നത്.